ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ന്യൂസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ന്യൂസ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രൈഡേ 2% മുകളിലാണ് നിഫ്റ്റിയൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു 500 പോയിന്റ് 400-500 പോയിന്റിൻ്റെ മുകളിൽ സിംഗിൾ ഡേ മൂവ്മെൻ്റ് ആണ് നിഫ്റ്റി നടത്തിയിട്ടുള്ളത്. ഷോർട്ട് ടൈം ട്രേഡേഴ്സിനും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്ന ഈ ഒരു സെല്ലിംഗ് പ്രഷറിൽ നിന്ന് വളരെ വേറിട്ടൊരു കാഴ്ചയാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. 200 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് വളരെ കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു ന്യൂസ്. അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവരുടെ ഒരു ബ്രൈബറി കേസ് US കോർട്ടിലാണെന്നുണ്ടെങ്കിൽ അതിനൊരു പെറ്റീഷൻ ഫയൽ ചെയ്തു എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിൻ്റെ ഇടയിൽ കോൺട്രവേഴ്സിയിൽ കേട്ടിട്ടുള്ള ഒരു പേരും ഒരു കമ്പനിയുമാണ് അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ് ഇതിന് മാർക്കറ്റിൽ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എനിവേ അതിൻ്റെയൊക്കെ പുറമെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഞാൻ ഈ ഒരു മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് കാണുന്നത് നിഫ്റ്റിയുടെ ഫ്രൈഡേ ക്ലോസിംഗ് തന്നെയാണ്. പക്ഷേ എത്ര വരെ സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. സെൽ ഓൺ റൈസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് മാർക്കറ്റ് അത്യാവശ്യം ബാരിഷ് മോഡിലേക്ക് പോകുമ്പോൾ എഗെയിൻ ഒരു റിവേഴ്സൽ സൈൻസ് തരുന്നൊരു ഒരു ഐ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് എഗെയിൻ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നൊരു പോയിന്റ് അല്ലെങ്കിൽ എഗെയിൻ ആക്റ്റീവ് ആവുന്നൊരു സിറ്റുവേഷനാണ് സെൽ ഓൺ റൈസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇതൊരു സെൽ ഓൺ റൈസിൽ തീരോ അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു റിവേഴ്സലിലേക്ക് മാർക്കറ്റ് മുകളിലേക്ക് വരുമോ എന്നുള്ളത്. എനിവേ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് CRM സിൽക്ക് മിൽസ് എന്ന് പറയുന്നത്. പ്യൂർ സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് 697 അല്ലെങ്കിൽ 700 എന്ന് പറയുന്ന ലെവൽസിൻ്റെ മുകളിൽ കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ എൻട്രി ട്രിഗർ ആയിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് ഒന്ന് ഡൗൺ സൈഡ് വന്നു. എഗെയിൻ ആ ഒരു ലൊക്കേഷനിൽ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഹിറ്റ് ചെയ്തിട്ടുമില്ല, അതേപോലെ നമ്മൾ എൻട്രി ലെവലിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല. ആ ഒരു ഏരിയയിൽ മാത്രം കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം. പ്രോപ്പറായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔട്ട് റേറ്റ് റിസൾട്ട് കിട്ടുന്നവരെ സ്റ്റോക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഒന്നെങ്കിൽ SL, അതല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു അപ്സൈഡ് മൂവ്. ഇത് രണ്ടും സംഭവിക്കുന്നത് വരെ നമ്മളിത് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യല്ല. ഇനി ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 699, 700 എന്ന് പറയുന്ന ലെവൽസിൻ്റെ എബോ ഇനിയും നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹൈലി പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ബേസിസിൽ ഹൈലി അപ്സൈഡ് മൂവ്മെൻറ്റ് തരാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ്. അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് ഒരു ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള SL കീപ്പ് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്യാം. നമ്മൾ അടുത്ത വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് DCAL എന്ന സ്റ്റോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്ത ലൊക്കേഷനിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ആണ് ആ ക്യാൻഡിൽ നടത്തിയിട്ടുള്ളത്. നമുക്ക് ആ ലൊക്കേഷനിലോ അതല്ലെങ്കിൽ അതിൻ്റെ എബോ കൺസിഡർ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു സ്റ്റോക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 238 വരെയാണ്. ഏകദേശം 11% മുകളിലാണ് കഴിഞ്ഞൊരു 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിൽ മാത്രം ഈ സ്റ്റോക്ക് അപ്സൈഡ് പെർഫോം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിൻ്റെ മേലെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് 240, 245 എന്ന് പറയുന്ന ലൊക്കേഷൻ ടാപ്പ് ചെയ്തിട്ടില്ല. അതിൻ്റെ തൊട്ട് താഴെ വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ ഫസ്റ്റ് ടാർഗറ്റിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫൈനൽ ടാർഗറ്റ് വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 250 വരെയൊക്കെയാണ്. ഏകദേശം നമുക്ക് ലാസ്റ്റ് റിജക്ട് ചെയ്തിട്ടുള്ള ടാപ്പ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഒക്കെയാണ് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള റിട്ടേൺസ് അത്യാവശ്യം വലിയ പെർസെൻറ്റേജ് തന്നെയാണ്. മുമ്പത്തെ പോലെ ഒരു ബുൾ റണ്ണിൽ കിട്ടുന്നത് പോലെയല്ല. ഒരു വീക്ക് മാർക്കറ്റ് സിറ്റുവേഷനിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു 10% ഒക്കെ റിട്ടേൺസ് ഒരു സിംഗിൾ സ്റ്റോക്കിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ രീതിയിലുള്ള പോസിറ്റീവ് സൈൻ തന്നെയാണ്. പ്യൂർ സ്റ്റോക്കിൽ ഇനി ഫ്രഷ് എൻട്രി ഞാൻ ഈ ലെവൽസിൽ കൺസിഡർ ചെയ്യാൻ പറയുന്നില്ല. കാരണം അതിൻ്റെ ഒരു പ്രോപ്പർ എൻട്രി എന്ന് പറയുന്നത് ആ റിജക്ട് ചെയ്ത ലൊക്കേഷൻ്റെ എബോ ആയിരുന്നു. അവിടെ നിന്ന് ഓൾമോസ്റ്റ് 10% മൂവ് ചെയ്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ താഴെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യേണ്ട. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗോകുൽ ആഗ്രോ ഏകദേശം നമ്മൾ സ്റ്റോപ്പ് ഹിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻട്രി ട്രിഗർ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് സ്റ്റോക്ക് താഴേക്കാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത ആ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. എനിവേ ഈ ഒരു സ്റ്റോക്ക് SL ഹിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ലീവ് ചെയ്യാം. ഇനി ഒരു ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ എബോ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. നെക്സ്റ്റ് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫോർട്ടിസ് ഹെൽത്ത് കെയർ. ഫോർട്ടിസ് ഹെൽത്ത് കെയറും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ 648, 650 എന്ന് പറയുന്ന ഏരിയ ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിവേ ആ ലെവലിൽ എൻട്രി ട്രിഗർ ആവുകയും ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ സെക്കൻഡ് ടാർഗറ്റ്
ഏകദേശം സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുള്ളത് 7%, 7.5% ആണ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിയർലി നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് ടാപ്പ് ചെയ്ത്, അതായത് 700 എന്ന് പറയുന്ന ലെവൽസ് ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ ഗെയിൻസ് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം. അതല്ല റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് എന്ത് ചെയ്യുക, കുറച്ചും കൂടി അഗ്രസീവായിട്ട് നമുക്ക് മുകളിലേക്ക് മാറ്റി വെക്കാം. അതായത് ഒരു 624, 630 എന്ന് പറയുന്ന ലെവൽസിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് കീപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫർദർ റണ്ണ് നടത്താം. അതല്ലെങ്കിൽ സേഫ് എക്സിറ്റിന് പറ്റിയ ലൊക്കേഷനാണ്. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് സേഫ് ട്രേഡേഴ്സിനുള്ളതാണ്. ഫൈനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോസിലൊക്കെ പറയുന്നൊരു പാറ്റേൺ ഇത് തന്നെയാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രേഡ് സെറ്റപ്പും അത് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഈ വീക്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹൈ റിട്ടേൺസ് തന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കിരി ഇൻഡസ്ട്രീസ് ആണ്. കിരി ഇൻഡസ്ട്രീസ് ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ മൾട്ടിപ്പിൾ ടൈംസ് റിജക്ട് ചെയ്ത ലൊക്കേഷനിൽ ഒരു സ്ട്രോങ് ക്ലോസിങ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് 450 to 430 ഇടയിൽ എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ 455 എബോവ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ 455 എബോവ് സ്റ്റോക്ക് മൂവ് ചെയ്തതിന് ശേഷം ഏകദേശം 28-30%, നിയർലി 30% ആണ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്ക് 600 വരെയാണ് ടാപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഈ സ്റ്റോക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 455 താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീക്കിൽ അതായത് വെറും 4 ട്രേഡിംഗ് സെഷൻ കൊണ്ട് 30%. ലെറ്റ്സ് ഈ ഒരു വീക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ബേസ് റൺ ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷനൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്കറ്റിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ലാസ്റ്റ് വീക്കിൽ നമുക്ക് കിട്ടിയ എൻട്രിയും അതേപോലെ തന്നെ റിട്ടേൺസും ഈ ഒരു സ്റ്റോക്കിൽ നിന്നാണ്. അപ്പോൾ 30% റിട്ടേൺസ് ആണ് ഈ ഒരു സ്റ്റോക്ക് തന്നത്. എനിവേ ഇവിടെയും ഞാൻ പറയുന്നു ഫ്രഷ് എൻട്രി ഇല്ല. കാരണം ഇവിടെ നമ്മൾ ലാസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ലാസ്റ്റ് വീക്കിൽ 5 സ്റ്റോക്കിൽ 3 എണ്ണത്തിൻ്റെയും ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റുകൾ ഹിറ്റാണ്. 2 എണ്ണത്തിൽ ഫസ്റ്റ് ടാർഗറ്റിൻ്റെ മേലെയും വന്നിട്ടുണ്ട്. ഒരെണ്ണം ഫുൾ ടാർഗറ്റ് മീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്കൊക്കെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 3 സ്റ്റോക്കിൽ ഇനി ഫ്രഷ് എൻട്രി ഇല്ല. നിങ്ങൾ ഇനി ഇത് ഇവിടെ ഈ ഒരു ലെവലിൽ ബൈ ചെയ്തിട്ട് എവിടെ എക്സിറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ എവിടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം, എനിക്കറിയില്ല. നമ്മളെ സെറ്റപ്പ് പ്രകാരമുള്ള എൻട്രിയും എക്സിറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അഗൈൻ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CRM സിൽക്ക് മിൽസിലൊക്കെ 700 എബോവ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അത് സ്റ്റിൽ വാലിഡ് ആണ്. ആ ഒരു ലൊക്കേഷനിലൊക്കെ ട്രേഡ് എടുക്കാം. ഒരെണ്ണത്തിൽ നമ്മൾ SL ഹിറ്റാണ്, ഒരെണ്ണം കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് വീക്കിൽ നമ്മളെ പെർഫോമൻസ്. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു വാച്ച് ലിസ്റ്റ് നമുക്ക് ഷെയർ ചെയ്യാം. നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വീക്കിലി ആൻഡ് ഡെയിലി ടൈം ഫ്രെയിം ഇപ്പോൾ സ്റ്റോക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ആദ്യം ഒരു ബെയർ റണ്ണ് നടക്കുന്നു. അവിടെ നിന്ന് സ്റ്റോക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അഗ്രസീവ്ലി മൂവ് ചെയ്ത് വരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു ലൊക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹൈ അല്ലെങ്കിൽ IPO നടത്തിയ ശേഷമുള്ള ഹൈ എന്ന് പറയുന്നത് 1100 എന്ന് പറയുന്ന ലെവലാണ്. അവിടെ നിന്ന് സ്റ്റോക്ക് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 340 എന്ന് പറയുന്ന റേഞ്ചാണ്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് വീക്കിലി ടൈം ഫ്രെയിമിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കീപ്പ് ചെയ്ത് മുകളിലേക്ക് വരുന്നു. ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പ്രോപ്പർ റിവേഴ്സലാണ്. അപ്പ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതും. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ വരുന്നു, എഗൈൻ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ടൈംസ് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുന്നു. ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നു. അവിടെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ലാസ്റ്റ് ഡെയിലി ക്യാൻഡിൽ പ്രോപ്പറായിട്ട് 958 to 75 എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ ഇടയിൽ വന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 2 രീതിയിൽ എൻട്രി കൺസിഡർ ചെയ്യാം. സേഫ് പ്ലേയേഴ്സ് എപ്പോഴും 975 എന്ന് പറയുന്ന അല്ലെങ്കിൽ 975 എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ എബോവ് കൺസിഡർ ചെയ്താൽ മതി. ഇനി കുറച്ചും കൂടി അഗ്രസീവ്ലി മൂവ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ 957-ൻ്റെയും 975-ൻ്റെയും ഇടയിൽ എൻട്രി ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്നത് 910 താഴെ അല്ലെങ്കിൽ 15 താഴെയൊക്കെ കീപ്പ് ചെയ്താൽ മതി. 910 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യാം. ഏകദേശം നമുക്കൊരു 6% അടുത്ത് സ്റ്റോപ്പ് വരുന്നുണ്ട്. നമ്മൾ ടാർഗറ്റ്സ് ആയി എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവൽസ്, ഫൈനൽ ടാർഗറ്റ് ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫൈനൽ ടാർഗറ്റ്. ഏകദേശം 1100 എന്ന് പറയുന്ന റേഞ്ച് വരും. ഇൻ ബിറ്റ്വീൻ നമുക്ക് സേഫ് എക്സിറ്റുകൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് 5%, 7% ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതായത് 1030, 1050 എന്ന് പറയുന്ന ലെവൽസിലൊക്കെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഫൈനൽ ടാർഗറ്റ് 1100. അപ്പോൾ 975-ൻ്റെ എബോവും കൺസിഡർ ചെയ്യാം. ഇൻ ബിറ്റ്വീൻ 950 എബോവ് കൺസിഡർ ചെയ്യാം. ഇൻ ബിറ്റ്വീൻ 955 ആൻഡ് 970 ഈ റേഞ്ചിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ പ്രോപ്പർ ബ്രേക്ക് ഔട്ടിന് ശേഷം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബജാജ് ഹെൽത്ത് കെയർ. ബജാജ് ഹെൽത്ത് കെയറിൽ നമുക്ക് വരുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഓൾറെഡി സ്റ്റോക്ക് വലിയ രീതിയിൽ ഡൗൺ സൈഡ് വരുന്നു, അവിടുന്ന് റിക്കവർ ആവുന്നു. ഇപ്പോൾ ഏകദേശം ഒരു ഡൗൺ ട്രെൻഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈനൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ലെവൽസിൽ നിന്ന്, അതായത് ഇപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് 390 എന്ന് പറയുന്ന ലെവലാണ്.
അപ്പോൾ 395 എബോ ഞാൻ കൺസിഡർ ചെയ്യുന്നത്, ഒരു എൻട്രി ഇവിടെ കൺസിഡർ ചെയ്യുന്നത് 395 എബോ ആണ്. നമുക്ക് വരുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം 373 എന്ന് പറയുന്ന ഒരു 23 അല്ലെങ്കിൽ 25 പോയിൻറ്റ്സിൻ്റെ അടുത്ത് സ്റ്റോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അബോവ് കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മുമ്പ് റിജക്റ്റ് ചെയ്ത ലൊക്കേഷനുകൾ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 424, സെക്കൻഡ് ടാർഗറ്റായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഫൈനൽ ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 440. ഈ ലെവൽസിലാണ് ഞാൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇതൊരു ഐഡിയൽ ടാർഗറ്റ് പൊസിഷനിങ് ആണ്, അല്ലെങ്കിൽ എവിടേക്കാണോ മുമ്പ് റിജക്റ്റ് ചെയ്ത ആ ലെവൽസിലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് മേ ബി വലിയ പൊട്ടൻഷ്യൽ മൂവുകൾ ഈ ലെവലിൻ്റെ അബോവ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആഴ്ചകളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോൾഡിംഗ് പീരീഡ് 3 to 5 വീക്സ് വരെയൊക്കെ മേ ബി പോവാം. അതിനുശേഷവും കൺസോൾഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് ലീവ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് TD പവർ സിസ്റ്റം. TD പവർ സിസ്റ്റം ഏകദേശം നല്ലൊരു ബ്രേക്കൗട്ട് നടത്തിയിട്ടാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. ഇപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ രീതിയിലൊരു മാസീവ് ബുൾ റൺ തന്നെയാണ് നടന്നു നിൽക്കുന്നത്. സ്റ്റോക്ക് കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഏകദേശം 170-150 എന്നൊക്കെ പറയുന്ന റേഞ്ചിൽ നിന്ന് 450 വരെയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ഡെയിലി ആൻഡ് വീക്ക്ലി ക്യാൻഡിൽ ക്ലോസിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലൊക്കേഷൻ്റെ എബോ ആണ് സ്റ്റോക്ക് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ 448-450 എന്ന് പറയുന്ന ലൊക്കേഷൻ, 448-450 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിങ്ങൾക്ക് എവിടെ എൻട്രി എടുക്കാം. 410 താഴെ നിങ്ങൾ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റുകൾ എന്ന് പറയുന്നത് 480, 500, 520. അപ്പോൾ ഈ 3 ലെവൽസ് പറയുന്നത് ഫസ്റ്റത്തെ രണ്ടും സേഫ് എക്സിറ്റുകളാണ്. അതിനുശേഷമുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ മേ ബി 3 വീക്സിൻ്റെയും 5 വീക്സിൻ്റെയൊക്കെ എബോ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ മാത്രം അത് കീപ്പ് ചെയ്താൽ മതി. നമ്മളൊരു സേഫ് എക്സിറ്റ് പോയിന്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റുകളാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കാർ ട്രേഡ് ടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഈ ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി ആൻഡ് ഡെയിലി ടൈം ഫ്രെയിം ഹൈലി ബുള്ളിഷായിട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ ഡൗൺ സൈഡ് വരുന്നു, അവിടുന്ന് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കയറി വരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞൊരു 6 മന്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ഇയറിൻ്റെ ഒക്കെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഹൈലി ബുള്ളിഷായിട്ടാണ് സ്റ്റോക്ക് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്കൗട്ട് ലൊക്കേഷൻ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് നേരത്തെ റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീക്കിലി ആൻഡ് ഡെയിലി ക്ലോസിങ്ങിൽ അതിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റ് മാർക്ക് ചെയ്യുന്ന അതിൻ്റെ മുകളിൽ പ്രൈസ് സർവൈവ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നൊരു പാർട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് പ്ലേയേഴ്സിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1235 to 1275 ഈ ലെവലിൻ്റെ ഇടയിൽ എവിടെ എൻട്രി ചെയ്യാം. ഇനി കുറച്ചുകൂടി സേഫ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ 1290 അല്ലെങ്കിൽ 86 എന്ന് പറയുന്ന ലൊക്കേഷൻ എബോ, അതായത് ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈൻ എബോ കൺസിഡർ ചെയ്താൽ മതി. നമുക്ക് വരുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 1187 അല്ലെങ്കിൽ 1190 എന്ന് പറയുന്ന ലെവലിൻ്റെ താഴെയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഈ ഒരു ലെവലിൻ്റെ താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1280 അല്ലെങ്കിൽ 1230 എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1360 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 1360, 1410, 1460 ഈ ലെവൽസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10% മുകളിലുള്ള ടാർഗറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ സേഫ് എക്സിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു 7%-ലും 10% അകത്തൊക്കെ നിങ്ങൾക്ക് സേഫ് എക്സിറ്റുകൾ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഫൈനൽ വരെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 14% അല്ലെങ്കിൽ 14% അല്ലെങ്കിൽ 180 പോയിൻറ്റ്സ് 180 രൂപയുടെ മൂവാണ് ഈ ലെവലിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ടാർഗറ്റും ഉണ്ട്, അതേപോലെ തന്നെ വലിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 6%, 7%-ൻ്റെ മേലെ, ഓൾമോസ്റ്റ് 8%-ൻ്റെ അടുത്ത് സ്റ്റോപ്പും വരുന്നുണ്ട്. അപ്പോൾ 7%-ൻ്റെ മുകളിലുള്ള സ്റ്റോപ്പ് ലോസും വരുന്നുണ്ട്, 14%-ൻ്റെ മുകളിലുള്ള ടാർഗറ്റും വരുന്നുണ്ട്. നമ്മളെ ടൈം ഫ്രെയിമും കുറച്ച് വലുതാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ചെയ്യുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് മെഡ് പ്ലസ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ മെഡ് പ്ലസ് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റിവേഴ്സൽ സ്ട്രക്ചറിലാണ് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി സ്റ്റോക്ക് ഡൗൺ സൈഡ് മൂവ് നടക്കുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കൺസോൾട്ടേഷൻ ഫേസിലാണ്. അതായത് ഒരേപോലത്തെ ലോയും ഒരേപോലത്തെ ഹൈയും ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെയിം റേഞ്ചിൽ ഹൈയിൽ നിന്ന് റിജക്ഷൻ വരുന്നുണ്ട്, സെയിം റേഞ്ചിൽ ലോയിൽ നിന്നും റിജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മൾട്ടിപ്പിൾ ടൈംസ് അതിൻ്റെ മുകളിലൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് 750 to 744 എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ഏകദേശം വന്നിട്ടുള്ളത് ആ ഒരു ലൊക്കേഷനിൽ. ആ ലൊക്കേഷനിൽ ഒരു പ്രോപ്പർ ബോഡി ക്യാൻഡിൽ ക്ലോസിംഗ് ഒന്നും അല്ല, എന്നാൽ പോലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്ക്. അപ്പോൾ ഒരു 754 എബോ അല്ലെങ്കിൽ 750 എബോ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണ്. 1 hour ക്യാൻഡിലൊക്കെ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. നമുക്കൊരു 717
717 അല്ലെങ്കിൽ 715 എന്ന് പറയുന്ന ലെവൽസിൻ്റെ താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. 754 താഴെ മുകളിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഏകദേശം ആ ഒരു ലെവലിൻ്റെ മുകളിൽ കൺസിഡർ ചെയ്യാം. ഒന്നുകൂടി ഞാൻ തോന്നുന്നു എനിക്ക് ആ ഒരു ലെവലിൻ്റെ താഴെ ഒന്നുകൂടി 710 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ലെവലിൻ്റെ താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷൻ ആയിരിക്കും, 800 എന്ന് പറയുന്ന ലൊക്കേഷൻ. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷൻ 835. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ്സ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മേ ബി അതിൻ്റെ മുകളിലും സ്റ്റോക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഒരു 735 to 745 ഈ റേഞ്ച് വരെയൊക്കെ നമുക്ക് ഫൈനൽ ടാർഗറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. ഏകദേശം ആ ഒരു സോൺ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ എത്തുന്ന സമയത്ത് ബുക്ക് ചെയ്യുക. 800 എന്ന് പറയുന്നത് സേഫ് എക്സിറ്റ് ആണ്, അതിൻ്റെ അകത്ത് ബുക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകൾ. ഫർദർ വരുന്നത് ഞാൻ ടെലഗ്രാം ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അദാനി സ്റ്റോക്സിനെ കുറിച്ചൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ടെലഗ്രാമിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വോയിസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ, എങ്ങനെയാണ് ഞാൻ ആ സ്റ്റോക്കുകളെ നോക്കി കാണുന്നത്, എന്താണ് നമ്മുടെ വ്യൂ എന്നുള്ളത്. ഷോർട്ട് ടേമിൻ്റെയും പറഞ്ഞിട്ടുണ്ട്, ലോങ് ടേമിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനാലിസിസ് നടത്താനും പറ്റും. എനിവേ നെക്സ്റ്റ് വീക്കിലും ഞാൻ പ്രോപ്പറായിട്ട് വലിയൊരു അഗ്രസീവ്നെസ് ഒന്നും മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. വോളറ്റിലിറ്റിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2% മുകളിൽ മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി 1%, 2% മൂവ് അടുത്ത വീക്കിൽ താഴേക്കും വരാം. പ്രോപ്പറായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ ഗവൺമെൻറ് സൈഡിൽ നിന്നും പ്രോപ്പറായിട്ട് ബുള്ളിഷ്നെസ്സിനെ ഫേവർ ചെയ്യുന്ന ന്യൂസുകൾ വരാത്തിടത്തോളം കാലം മാർക്കറ്റിൽ ഈ ഒരു ചെറിയ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ വോളറ്റിലിറ്റി എന്ന് പറയാം, ബൈയിങ്ങിലേക്കും ഇൻഡിക്കേറ്റ് ചെയ്യും, സെല്ലിങ്ങിലേക്കും ഇൻഡിക്കേറ്റ് ചെയ്യും. എന്നാൽ പ്രോപ്പറായിട്ടുള്ളൊരു ട്രെൻഡ് ചിലപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എനിവേ എന്നാൽ പോലും നമ്മളെ ഷോർട്ട് ടേം ട്രേഡുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അഗ്രസീവ്ലി അല്ലാതെ പഞ്ച് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് പൊസിഷൻ സൈസിങ് എടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എത്ര വലിയ മൂവ് മുകളിലേക്കും താഴേക്കും വന്നാലും ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ട്രേഡിങ് മാത്രം ചെയ്യാൻ ശ്രമിക്കാം. എനിവേ താങ്ക് യു.